അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലിം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ മിൻ കുല്ലി ഐനിൻ ലാമ്മ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ദുബായ് KMCC കോട്ടക്കൽ മണ്ഡലം മതകാര്യ വിഭാഗം സംഘടിപ്പിക്കുന്ന സ്വഹാബികളിലൂടെ എന്ന എപ്പിസോഡുകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി, വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ കാരണമായി അല്ലാഹു തആല നമ്മൾ പറയുന്നതിനെ ആക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൃത്യമായി നമ്മുടെ പഠനങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി അവസാനം ക്വിസിലൊക്കെ പങ്കെടുത്ത് സമ്മാനം നേടുന്നവരായി മാറുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഖന്തഖ് യുദ്ധവുമായി ബന്ധപ്പെടുത്തി ആണ് നമ്മുടെ ഓർമ്മ പെട്ടെന്ന് വരുന്നത്. കാരണം ആ ഒരു യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട റോൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വഹിച്ചിട്ടുണ്ട്. പേർഷ്യക്കാരൻ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയിൽ അതുമായി ബന്ധപ്പെട്ടൊരു വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. വലിയൊരു മഹാനാണ്, ഏറ്റവും മഹത്വമേറിയ സഹാബിയാണ്, സാത്വികനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച് തങ്ങളിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചു മാത്രം ജീവിതം മുന്നോട്ട് നയിച്ച പ്രഗത്ഭ വ്യക്തിയാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും ഒരുപാട് പേർ പിന്നീട് സൽമാനുൽ ഫാരിസി തങ്ങൾ പരിശുദ്ധ ദീനിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പേർ പേർഷ്യയിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. വിശ്വാസത്തിലും വിജ്ഞാനത്തിലും ഭൗതിക ശാസ്ത്രത്തിലും കിടയറ്റ ഒരുപാട് പണ്ഡിതന്മാരെ പേർഷ്യൻ സാമ്രാജ്യം, ഇന്നത്തെ ഇറാനും ഇറാഖും അടങ്ങിയ സാമ്രാജ്യം പരിശുദ്ധ ഇസ്ലാമിന് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ സൽമാനുൽ ഫാരിസി തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യനിൽ അന്തർലീനമായ കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം എത്രത്തോളം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ അവരുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും ഒരുപാട് തത്വശാസ്ത്രജ്ഞന്മാരും വൈദ്യശാസ്ത്രജ്ഞന്മാരും പിന്നെ ഗോളശാസ്ത്രജ്ഞന്മാരും ഗണിതശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് പരിശുദ്ധ ഇസ്ലാമിന് ഉണ്ടായിട്ടുണ്ട്. ജന്മദേശം പലതാണെങ്കിലും എല്ലാവരുടെയും ആദർശം ഒന്നായിരുന്നു. അതായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ വളർച്ച അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥലകാലങ്ങൾ അള്ളാഹു നബിതങ്ങൾക്ക് ഒരു വെള്ളിത്തിരയിലെന്ന പോലെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ പല ഭാഗങ്ങളിലുള്ള നഗരങ്ങളും കോട്ടകൊത്തളങ്ങളും അതെല്ലാം പരിശുദ്ധ ദീനിൻ്റെ കീഴിലേക്ക് വരുന്നതും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി പാറുന്നതൊക്കെ നബിതങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇതിനെല്ലാം സാക്ഷിയാണ്. ഹിജ്റ 5-ാം കൊല്ലമാണ് ഖന്തഖ് യുദ്ധം നടക്കുന്നത്. മദീനയിലെ ജൂത നേതാക്കന്മാരെല്ലാവരും മക്ക സന്ദർശിച്ച് മുസ്ലിങ്ങളോടുള്ള അന്തിമവും നിർണായകവുമായ യുദ്ധത്തിന് മുശ്രിക്കുകളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മദീനയിലും ജൂതന്മാർ പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും നല്ല പിന്തുണ ഞങ്ങൾ നൽകും നിങ്ങൾക്ക്. അങ്ങനെ ഖുറൈശികളും ഗത്ഫാൻ ഗോത്രക്കാരുടെ ആ ഒരു സംഘവും എല്ലാവരും, ഒരുപാട് ആളുകൾ, പല ഗോത്രക്കാരും ഒരുമിച്ച് ചേർന്ന് വളരെ വലിയ ഒരു സംഖ്യ, ഏകദേശം 24,000-ൽ പരം ആളുകളുണ്ടെന്നാണ് ഓർമ്മ. അത്രയും വലിയൊരു സൈന്യം പുറത്തുനിന്ന് മദീനയെ ആക്രമിക്കാൻ നിൽക്കുമ്പോഴാണ് ജൂതന്മാരായ ഖുറൈള ഗോത്രക്കാർ അകത്തുനിന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കുക എന്നൊരു തന്ത്രം കൂടി ഖുറൈശികൾ പയറ്റിയത്. അപ്പോൾ ഇത് വല്ലാത്തൊരു വിഷമസന്ധി ഉണ്ടാക്കിയ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും വളരെ പ്രയാസത്തിലാക്കിയ ഒരു സാഹചര്യമായിരുന്നു അത്. ശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ മുകളിലൂടെയും താഴ്ഭാഗത്തുകൂടെയും ശത്രുക്കൾ നിങ്ങളെ സമീപിക്കുകയും കണ്ണുകൾ വട്ടം കറങ്ങുകയും ഹൃദയങ്ങൾ തൊണ്ടക്കുഴി വരെ എത്തുകയും അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പലതും ചിന്തിക്കുകയും ചെയ്ത ഒരു സന്ദർഭം എന്നാണ് പറഞ്ഞത്.
കാരണം 24,000 പോരാളികൾ അടങ്ങുന്ന ഒരു സേന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധ ഇസ്ലാമിനെയും എന്നേക്കുമായി നശിപ്പിക്കാനുള്ള നിർണായക യുദ്ധത്തിനായി തയ്യാറായി അബൂ സുഫിയാന്റെയും ഉയൈനത്ത് ബിനു ഹസ്വന്റെയും നേതൃത്വത്തിൽ മദീനയെ ലക്ഷ്യമാക്കി നീങ്ങി വരികയാണ്. ആ യുദ്ധത്തിൽ ശത്രുഭാഗത്ത് ഖുറൈശികൾ മാത്രമല്ല ഉള്ളത്. പരിശുദ്ധ ഇസ്ലാമിൽ ഭീഷണി കണ്ടെത്തിയ എല്ലാ ഗോത്രങ്ങളും താല്പര്യം കാണിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങി സർവ സന്നാഹവുമായി പുറപ്പെട്ടിട്ടുണ്ട്. മുത്തുനബിയുടെ ശത്രുക്കളായ മുഴുവൻ വ്യക്തികളും സമൂഹങ്ങളും ഒക്കെ സംഘടിതമായി നടത്തുന്ന ഒരവസാനത്തെ ശ്രമം എന്നൊക്കെ പറയാം ഖന്തക്ക് യുദ്ധത്തിന് വേണ്ടി. ഈ സമയത്ത് ശരിക്കും മുസ്ലിമീങ്ങൾ പരുങ്ങി നിൽക്കുകയാണ്. വിവിധങ്ങൾ അനുയായികളെ വിളിച്ചു ചേർത്ത് കൂടിയാലോചന നടത്തി എന്ത് ചെയ്യും, ഈ ഒരു ആക്രമണത്തെ എങ്ങനെയാണ് നമ്മൾ ചെറുക്കുക. അപ്പോൾ ചെറുത്തു നിൽക്കണമെന്നത് എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞുവെങ്കിലും പ്രായോഗിക മാർഗം കണ്ടെത്താൻ ആർക്കും ഒരു ധാരണയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുപോയി ഒരു കുന്നിൻ മുകളിൽ കയറി, മദീനയിലെ തൊട്ട് അടുത്തുള്ളൊരു കുന്നിൻ മുകളിൽ കയറിയിട്ട് മദീനയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് പരിശോധിക്കുകയാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മലകളും പാറക്കെട്ടുകളും കൊണ്ട് വലയം ചെയ്ത് കിടക്കുന്ന മദീനയെ ശരിക്കൊന്ന് മനസ്സിലാക്കി. ഒരിടത്ത് വിശാലമായ സമതല പ്രദേശമുണ്ട്, അതുവഴിയാണ് ശത്രുക്കൾ മദീനയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ നേരത്തെ തന്നെ പേർഷ്യയിൽ വെച്ച് യുദ്ധരീതികളും യുദ്ധതന്ത്രങ്ങളും ഒക്കെ ശരിക്കും പരിചയിച്ചിട്ടുള്ള സൽമാൻ റളിയല്ലാഹു അൻഹു അറബികൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത പല പുതിയ മാർഗങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുള്ള സൽമാൻ റളിയല്ലാഹു അൻഹു ആ മദീനയിലേക്കുള്ള സമതല പ്രദേശം കിടങ്ങു കീറി ഭദ്രമാക്കുക എന്ന ഒരു ആശയം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. കിടങ്ങ് കുഴിച്ചിരുന്നില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാവി എന്താകുമായിരുന്നു എന്നുള്ളത് ഒന്നാലോചിച്ച് നോക്കിയാൽ മതി. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. കിടങ്ങ് കുഴിക്കലോടുകൂടെ അത് ശത്രുക്കളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു എന്ന് തന്നെ പറയാം. മദീനയിൽ കാലെടുത്ത് വെക്കാൻ കഴിയാതെ 1 മാസം അവർ സ്വന്തം താവളങ്ങളിൽ കഴിച്ചു കൂട്ടി എന്നുള്ളതാണ്. എന്തായാലും സൽമാൻ റളിയല്ലാഹു തീരുമാനം നബിതങ്ങൾ ഏറ്റെടുത്തു. സ്വഹാബികളെയും കൂട്ടി കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ചതൊക്കെ നമുക്കറിയാം. അങ്ങനെ ശത്രുക്കൾ പേടിച്ച് പിന്മാറുന്നത് 1 മാസത്തോളം മദീനയുടെ പുറത്ത് തമ്പടിച്ച് താവളങ്ങളിൽ കഴിച്ചുകൂട്ടി തമ്പടിച്ച് ജീവിക്കുമ്പോൾ ഒരു രാത്രി അള്ളാഹു ഇറക്കിയ ശക്തമായ കൊടുങ്കാറ്റ് അവരുടെ തമ്പുകളെല്ലാം നശിപ്പിച്ചു. അത് വേരോടെ പിഴുതെറിഞ്ഞു എന്നൊക്കെ പറയാം. നെട്ടോട്ടമൂടി അവർ ഛിന്ന ഭിന്നമായി. എന്നിട്ട് അബൂ സുഫിയാൻ ഒരൊറ്റ വാക്കാണ്, എല്ലാവരും എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തി. അങ്ങനെയാണ് ഖന്തക്കിൽ മുഅ്മിനീങ്ങൾ വിജയിക്കുന്നത്. ഏതായാലും നമുക്ക് ആ ഖന്തക്ക് കിടങ്ങ് കീറുന്ന ഒരു സാഹചര്യം നമുക്ക് പറയാം. എല്ലാവരും ഇറങ്ങുകയാണ്. മുസ്ലിമീങ്ങളോടൊപ്പം സൽമാൻ റളിയല്ലാഹു അൻഹു നിബിതങ്ങളും ഒക്കെ കിടങ്ങ് കീറുന്ന ജോലിയിൽ വ്യാപൃതരായി. ഒരു പിക്കാസ് എടുത്ത് അദ്ദേഹവും വിട്ട്, അതായത് നിബിതങ്ങളും സൽമാൻ ഫാരിസികളും എല്ലാവരും അതിൽ കൂടെയാണ്. നേതാവിൻ്റെ ഒരു സ്വഭാവം, നേതാക്കൾ അണികളുടെ കൂടെ പ്രവർത്തിക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായിരുന്നു ഖന്തക്ക് യുദ്ധം. അതിലൊരാളും പങ്കെടുക്കാതിരുന്നിട്ടില്ല, എല്ലാവരും പങ്കെടുത്തു. സൽമാനുൽ ഫാരിസി തങ്ങളും സംഘവും കുഴിക്കുന്നിടത്ത് ഒരു വലിയ പാറ പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. വലിയൊരു പാറ. ആ പാറ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നല്ല ശക്തനും ആരോഗ്യ ദൃഢഗാത്രനുമായിരുന്ന സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വെട്ടുകൊണ്ട് മിക്ക പാറകളും പിളർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പാറയെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വെട്ടുകളൊന്നും ഫലിക്കുന്നില്ല. ഒപ്പമുള്ളവരെല്ലാവരും കൂടെ ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു പാറ. അപ്പോൾ ഇത് പ്രശ്നമാണ്. കാരണം കിടങ്ങ് കുഴിച്ച് റെഡിയാവണമെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആഴവും വീതിയും ഒക്കെ വേണം. നബിതങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ നബിതങ്ങൾ സൽമാൻ റളിയല്ലാഹുവിൻ്റെ കൂടെ വന്നു. പാറയുടെ കിടപ്പൊക്കെ ശരിക്കും നോക്കി. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നബിതങ്ങൾ പിക്കാസു വാങ്ങി. അത് തീപ്പൊരി തട്ടാതിരിക്കാൻ വേണ്ടി കൂടുതൽ ആളുകളൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് 2 കൈയും ഉയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ആഞ്ഞു വെട്ടി ശക്തമായ ഒരു മിന്നൽ പിണർ അവിടെ വ്യാപിച്ചു.
അപ്പോൾ സൽമാൻ റളിയല്ലാഹു പറയാണ്, ആ മിന്നൽ മദീനയുടെ പ്രാന്തങ്ങളെ പ്രകാശപൂരിതമാക്കിയത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയുകയുണ്ടായി. ഈ സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പേർഷ്യയുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. അവിടുത്തെ ഹിറാ കോട്ടകളും കിസ്രയുടെ നഗരങ്ങളും പ്രകാശത്തിലൂടെ ഞാൻ ദർശിച്ചു. എൻ്റെ സമുദായം അവ കീഴടക്കുന്നതാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതൊരു വെട്ടും വെട്ടി. അപ്പോഴും മിന്നൽ പിണറുണ്ടായി. വീണ്ടും തക്ബീർ മുഴക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിക്കുകയാണ്, റോമയുടെ താക്കോലുകളും എനിക്ക് നൽകപ്പെട്ടു. അവിടുത്തെ കോട്ടകൾ പ്രകാശത്തിൽ ഞാൻ കണ്ടു. എൻ്റെ സമുദായം അവ കീഴടക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. മൂന്നാമത്തെ വെട്ട് പൂർവാധികം ശക്തിയുള്ള മിന്നൽ പിണറോട് പാറ പിളർന്നു. പാറ രണ്ട് കഷ്ണമായി. അതിങ്ങനെ പല ഭാഗത്തേക്കും കഷ്ണങ്ങളായി ചിന്നിച്ചിതറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിങ്ങളും വിജയത്തിന്റെ തക്ബീർ മുഴക്കി. ആ സമയം നബി തങ്ങൾ പറയാണ്, സിറിയ, സ്വനഅ തുടങ്ങിയ ഭൂമിയിലെ വൻ നഗരങ്ങളിലുള്ള കോട്ടകളെല്ലാം ഞാൻ കണ്ടുവെന്നും അവിടങ്ങളിൽ ഒരു നാൾ പരിശുദ്ധ ഇസ്ലാമിന്റെ കൊടികൾ ഉയരുമെന്നും നബി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അത് കേട്ട് അനുയായികൾ സന്തോഷത്തോടെ വിളിച്ചു പറയാണ്, സഹാബികൾ, ഇത് അല്ലാഹുവും റസൂലും ഞങ്ങളോട് ചെയ്ത വാഗ്ദാനമാണ്. അല്ലാഹുവും അവന്റെ പ്രവാചകരും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. ഈ സംഭവങ്ങളൊക്കെ, പാറ പൊട്ടുന്നതും മിന്നൽ പിണരുണ്ടാവുന്നതും ഇത് നോക്കിക്കാണുകയും നബിതങ്ങളുടെ പ്രവചനങ്ങളെല്ലാം കേൾക്കുകയും നേരിട്ട് കേൾക്കുകയും ചെയ്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുത്തു. ഇവയെല്ലാം നേരിട്ട് കാണുന്നത് വരെ, യാഥാർത്ഥ്യമായി പുലരുന്നത് വരെ മഹാനവറുകൾ ജീവിച്ചിരുന്നു. പേർഷ്യയിലെയും റോമയിലെയും നഗരങ്ങളും സ്വനഅ, സിറിയ, ഈജിപ്ത്, ഇറാഖ്, ഇവിടുത്തെ കോട്ടകുത്തനങ്ങളൊക്കെ പരിശുദ്ധ ദീനിന്റെ അധീനതയിൽ വരുന്നതൊക്കെ മഹാനവറുകൾ നേരിട്ട് കണ്ടു എന്നതാണ് അത്ഭുതം. ഏതായാലും പേർഷ്യൻ, ആ ഒരു പാർസി മതം, അതിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക്, പിന്നെ പരിശുദ്ധ ദീനിലേക്ക് പരിവർത്തനം ചെയ്തത് ഒരു വല്ലാത്ത ചരിത്രമാണ്. നല്ല സമ്പത്തുണ്ടായിരുന്ന തറവാടിയായിരുന്ന സഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ സമ്പത്തും സമൃദ്ധിയൊക്കെ ഒഴിവാക്കി ആത്മസംതൃപ്തിക്കായി നാട് വിട്ട് അടിമക്കമ്പോളത്തിൽ ചെന്ന് വിൽക്കപ്പെട്ട് ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് പരിശുദ്ധ ദീൻ സ്വീകരിച്ച അനുഭവ കഥ സൽമാനുൽ ഫാരിസി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഹദീസ് ഖബറായിട്ട് സൽമാനുൽ ഫാരിസി തങ്ങളുടെ വാക്കുകളായിട്ട്. ഏതായാലും മദായിനിലെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു മഹാനവറുകൾ സ്നേഹിതന്മാർക്ക് തൻ്റെ കഥ, ചരിത്രം പറഞ്ഞു കൊടുത്തിരുന്നത്. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്. അപ്പം ഞാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇറാനിലെ ഇസ്ഫഹാൻ, അന്നത്തെ പേർഷ്യ, ഇന്നത്തെ ഇറാൻ. ഇറാനിലെ ഇസ്ഫഹാനിലെ ജയ്യ് ഗ്രാമക്കാരനായിരുന്നു ഞാൻ. അവിടുത്തെ ആ ഒരു ഗ്രാമത്തലവനായിരുന്ന എൻ്റെ പിതാവ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു, നന്നായി സ്നേഹിച്ചു. മജൂസി മതത്തിലെ ഒരു വലിയ യോഗിയായി തീർന്ന, പ്രായപൂർത്തിയൊക്കെ കഴിഞ്ഞ് 20 വയസ്സൊക്കെ ആയപ്പോഴേക്ക് മജൂസി മതത്തിലെ ഒരു യോഗിയായി തീർന്നിരുന്ന ഞാൻ കെടാതെ സൂക്ഷിച്ചിരുന്ന, നമുക്ക് കേട്ടിട്ടുണ്ട് പേർഷ്യയിലെ കെടാത്ത തീക്കുണ്ടാരം കെട്ടു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ. ആ കെടാതെ സൂക്ഷിച്ച് ആരാധിച്ചിരുന്ന അഗ്നിക്കരികിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പിതാവ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് എന്നെ അയച്ചു. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു ചർച്ചിന് മുമ്പിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ കേട്ടു. ക്രിസ്ത്യാനികളായ ആളുകൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു. അവരെന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി ഞാൻ ഉള്ളിലേക്ക് ചെന്നു. അവരുടെ പ്രാർത്ഥന എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇത് ഞങ്ങളുടെ മതത്തെക്കാൾ നല്ലതാണെന്ന് മനസ്സിൽ പറഞ്ഞു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ തന്നെ ഞാൻ കഴിച്ചു കൂട്ടി. അന്ന് തോട്ടത്തിൽ പോയില്ല, വീട്ടിലേക്ക് മടങ്ങിയതുമില്ല. അന്ന് ഫുള്ള് അവിടെ തന്നെ. അപ്പോൾ സ്വാഭാവികമായി മോനെ കാണാതിരിക്കുമ്പോൾ ബാപ്പ ആളെ വിടും. അങ്ങനെ എന്നെ തിരയാൻ വേണ്ടി ആളെ വിട്ടു. ഈ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന എന്നിൽ വല്ലാത്ത കൗതുകം ഉണ്ടാക്കിയപ്പോൾ അവരുടെ മതത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞു. അങ്ങനെ സിറിയയിലാണ്
സിറിയയിലാണ് അവരുടെ മതത്തിൻ്റെ ഉറവിടമുള്ളതെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള ചട്ടം കിട്ടി. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ, എന്നിട്ട് പിന്നെ രാത്രിയാണ് തിരിച്ചു വന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ചർച്ചിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടുവെന്നും അത് തന്നെ ആകർഷിച്ചതും സ്വന്തം മതത്തെക്കാൾ അത് നന്നായി തോന്നിയിട്ടുണ്ടെന്നൊക്കെ വാപ്പാനോട് പോയി പറഞ്ഞു. അങ്ങനെ വാപ്പി മോനും തമ്മിൽ തർക്കമായി. അദ്ദേഹം അവസാനം വാപ്പ മോനെ, അതായത് സൽമാൻ തങ്ങളെ, എന്നെ ഇരുമ്പു ചങ്ങലയിലിട്ട് ബന്ധിക്കപ്പെട്ടുവെങ്കിലും ക്രിസ്ത്യാനിസത്തിൽ ഞാൻ ചേർന്നു എന്നും സിറിയയിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ വിവരം അറിയിക്കണമെന്നൊക്കെ ചില ആൾക്കാരെ സൽമാൻ റളിയല്ലാഹു അൻഹു ചില ആൾക്കാരെ അറിയിച്ചു. അവരഭിതം ചെയ്തു. അങ്ങനെ ഞാൻ ചങ്ങല പൊട്ടിച്ച് സിറിയയിലേക്ക് രക്ഷപ്പെട്ടു. കുറച്ച് ആളുകൾ വന്നപ്പോൾ അവരെ കൂടെ രക്ഷപ്പെട്ടു. അവിടെ അവരുടെ പുരോഹിതനെ ചെന്ന് അന്വേഷിച്ചു. ചർച്ചിലൊരു പാദ്രിയെ കാണിച്ചു തന്നു. ഞാൻ അയാളെ സമീപിച്ച് എൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചും അയാളെ പരിചരിച്ചും അയാൾക്ക് ഹിദമത്ത് ചെയ്തിട്ടൊക്കെ ഒരു ശിഷ്യനായി ഞാൻ ഇങ്ങനെ ഒപ്പം കഴിഞ്ഞുകൂടി. എന്നാൽ ആ പാതിരി മതനിഷ്ഠയില്ലാത്ത ആളായിരുന്നു. സാധുക്കൾക്ക് വിതരണം ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് കുറേ സംഭാവനകൾ പിരിച്ചെടുത്ത് അയാൾ സ്വന്തമായിട്ട് അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു. അയാൾ മരണപ്പെട്ടപ്പോൾ കുറേ കാലം അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ പക്ഷേ ഒരു സ്വാർത്ഥ താല്പര്യക്കാരനായിരുന്നു. അയാൾ മരണപ്പെട്ടപ്പോൾ തൽസ്ഥാനത്ത് വേറൊരാൾ വന്നു. അയാൾ നേരെ ഓപ്പോസിറ്റായിരുന്നു. നല്ല മതഭക്തിയുള്ള ആളാണ്, പരലോക ചിന്തയുള്ള ആളാണ്. സുഖങ്ങളിലും മറ്റൊന്നും അല്ലാതെ അതൊക്കെ വിരക്തി, അതൊക്കെ ത്യജിക്കുന്ന ഒരാളാണ്. നന്നായി ധ്യാനിക്കുന്ന ഒരാൾ. അപ്പോൾ അയാളെ കവച്ചു വെക്കുന്ന ഒരാളും സിറിയയിൽ വേറെ നല്ല ആൾക്കാരുണ്ടായിരുന്നില്ല. അയാളോട് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അയാളോട് നല്ല ഇഷ്ടമായി. അയാളുടെയും മരണസമയമായപ്പോഴേക്ക് സൽമാൻ ഫാരിസി ഞങ്ങൾക്ക് കുറച്ചൊക്കെ പ്രായമുണ്ടപ്പോൾ മരണസമയമായപ്പോഴേക്ക് ഞാൻ ചോദിച്ചു, അങ്ങ് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അങ്ങ് നാഥൻ്റെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ജീവിച്ച ആളാണ്. നിങ്ങൾ എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്? എനിക്ക് ആത്മീയ നേതാവായി ആരെയാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, മോനെ, എൻ്റെ സ്ഥാനം വഹിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, അത് മൗസിൽ എന്ന രാജ്യത്താണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആത്മീയ നേതാവ് മരണപ്പെട്ടു. പിന്നെ മൗസിലുകാരൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ കാലം അയാളുടെ ശിഷ്യനായിട്ട് ജീവിച്ചു. അയാൾ മരിക്കാനായപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച് വേറൊരു രാജ്യത്തുള്ള നസീബീൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു യോഗിയെ അയാൾ നിർദ്ദേശിച്ചു. അവിടെയും ചെന്നു. അങ്ങനെ കുറച്ചു കാലം അയാളുടെയും ശിഷ്യനായിട്ട് ഇങ്ങനെ കഴിഞ്ഞു. മരണാസന്നമായപ്പോൾ റോമിലെ അമൂരിയ എന്ന സ്ഥലത്തുള്ള ഒരു പുരോഹിതനെ കാണാൻ വേണ്ടി പറഞ്ഞു. അവിടെ ചെന്ന് അയാളുടെ കൂടെ കുറച്ച് താമസിച്ചു. അയാൾക്ക് പെട്ടെന്ന് രോഗം വന്ന സമയത്ത് ഞാൻ ആരുടെത്തേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, കുട്ടി, എന്നെപ്പോലുള്ള ഒരാളെ നിനക്ക് നിർദ്ദേശിച്ചു തരാൻ എവിടെയും കാണുന്നില്ല. ഇനി ഞങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളൊന്നും ഇല്ല. ഇനി നീ പോകേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ മതവുമായി ഒരു ദൈവദൂതൻ വരേണ്ട സമയം ആയിട്ടുണ്ട്. ഈന്തപ്പനകൾ നിറഞ്ഞ ഒരു നാട്ടിൽ അദ്ദേഹം അഭയാർത്ഥിയായി ചെല്ലും. അദ്ദേഹത്തോട് കൂറു കാണിക്കാൻ കഴിയുമെങ്കിൽ, അദ്ദേഹത്തെ ആത്മീയ നേതാവാക്കാൻ കഴിയുമെങ്കിൽ നീ അவ்விதം ചെയ്യുക. അദ്ദേഹത്തിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരിക്കലും സക്കാത്ത്, അതായത് ധർമ്മ സ്വത്ത് അദ്ദേഹം തിന്നൂല. എന്നാൽ പാരിതോഷികം ഹദിയയായിട്ട്, ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അദ്ദേഹം സ്വീകരിക്കും. സക്കാത്തോ സ്വതക്കയോ അദ്ദേഹം സ്വീകരിക്കില്ല. അദ്ദേഹത്തിൻ്റെ 2 കൈപ്പലകൾക്കിടയിൽ, 2 ഷോൾഡറുകൾക്കിടയിൽ പ്രവാചക മുദ്രയുണ്ടാകും. ഒരു പ്രത്യേക മുദ്ര അവിടെ ഉണ്ടാകും, മറുകുണ്ടാകും. കണ്ടാൽ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ നിനക്ക് കഴിയും. അപ്പോൾ നീ പോകേണ്ടത് അവിടേക്കാണ് എന്ന് പറഞ്ഞു. സൽമാൻ ഫാരിസി തങ്ങൾ പറയാൻ. എന്നിട്ട് അങ്ങനെ ഞാനൊരു യാത്രാ സംഘത്തെ കണ്ടു. അവരുടെ നാട് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അറേബ്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് സ്വന്തമായി പശുക്കളും ആടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ കയ്യിലുള്ള സ്വത്ത് അതാണ്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. എന്നെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം നിങ്ങളുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചു. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അവർ സമ്മതിച്ചു, ആ പശുക്കളെയും ആടുകളെയൊക്കെ വാങ്ങി എന്നിട്ട് കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ വാദി ഖുറ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ
അവർ വാക്കുമാറി, അവർ അടിമയായി ഒരു ജൂതന് വേണ്ടി എന്നെ വിറ്റു. ഒരുപാട് ഈന്തപ്പന ആ സ്ഥലത്ത് കണ്ടു ഞാൻ. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നെ ഇവിടെ ഇറക്കിയത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതായിരിക്കാം ദൈവദൂതൻ വരുന്ന സ്ഥലം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ ആ സ്ഥലം ആയിരുന്നില്ല. ആ സ്ഥലം ഞാൻ നിബിധങ്ങൾ ഇറങ്ങിയ സ്ഥലം അതായിരുന്നില്ല. കുറച്ചു കാലം ഈ ജൂത യജമാനന്റെ കീഴിൽ ജോലി ചെയ്ത് പിന്നെ ഖുറൈള ഗോത്രത്തിലെ ഒരു ജൂതൻ വന്നപ്പോൾ ഈ ജൂതൻ, എന്നെ വാങ്ങിയ ജൂതൻ, എന്നെ അദ്ദേഹത്തിന് വിറ്റു. അങ്ങനെ മദീനയിലേക്ക് പോവാണ്. ആ രാജ്യം കണ്ട ഉടനെ അതാണ് ദൈവദൂതന്റെ ആഗമന സ്ഥലമെന്ന് എനിക്ക് ഉറപ്പു വന്നു. അങ്ങനെ ഖുറൈളക്കാരുടെ ഈന്തപ്പനത്തോട്ടത്തിലായിരുന്നു മൂപ്പർക്ക് ജോലി. നബിയുടെ രംഗപ്രവേശനവും മദീന യാത്രയുമെല്ലാം നടക്കുമ്പോൾ അവിടെ തന്നെയായിരുന്നു മഹാനായ സൽമാൻ ഫാരിസി തങ്ങളുടെ താമസം. മദീനയിൽ വന്ന നബി നോക്കണം, ഹിജ്റ നടക്കുന്നത് വരെ സൽമാൻ ഫാരിസി തങ്ങൾക്ക് പരിശുദ്ധ ദീനുമായി കണക്ഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ നല്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മദീനയിൽ വന്ന നബി ഖുബായിൽ ആ സ്ഥലത്താണല്ലോ, അംർ ഇബ്നു ഔഫുകാരുടെ നാട്ടിൽ ആദ്യം ഖുബായിലാണല്ലോ 4 ദിവസം താമസിച്ചത്. ആ ആദ്യം താമസിച്ച സ്ഥലത്ത് നബിതങ്ങൾ വന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ, നബിതങ്ങൾ വന്നു എന്നുള്ള വിവരം എങ്ങനെ അറിഞ്ഞെന്നറിയോ? അപ്പോൾ ഈ ഖുബായുടെ തൊട്ടടുത്താണ് സൽമാൻ ഫാരിസി തങ്ങളുടെ ജോലിയുള്ളത്, പണിയുള്ളത്. അപ്പോൾ ഈന്തപ്പനയുടെ തലപ്പത്ത് കയറി ഈന്തപ്പന ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ താഴെ മൂപ്പര യജമാനനുണ്ട്. ഈ സമയം ഈ ജൂതന്റെ താഴെ ഇരിക്കുന്ന യജമാനന്റെ ഒരു കുടുംബക്കാരൻ അയാൾ വഴി വന്നു. അയാൾ ഇയാളോട് പറയുന്നുണ്ട്, നബിയാണെന്ന് പറഞ്ഞ് ഒരാൾ മക്കയിൽ ഖുബായിലെത്തിയിട്ടുണ്ട്. ആളുകൾ മൂപ്പരെ കാണാൻ വേണ്ടി ഓടി അടുക്കുന്നുണ്ട്, കുറേ ആളുകൾ പോകുന്നുണ്ട്. ഖുബായിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെന്ന് വിവരം അറിയിക്കാണ്. ഇത് ഈന്തപ്പനയുടെ മുകളിൽ നിന്ന് കേട്ടപ്പോൾ പരിസരം മറന്നുപോയി എനിക്ക് സൽമാൻ ഫാരിസി പറയാം. അപ്പോൾ മൂപ്പര് ഇപ്പൊ വീണ് പോകുമെന്ന് വിചാരിച്ചു പോയി. യജമാന്റെ തലയിലേക്ക് ഞാൻ വീഴുമെന്ന് വിചാരിച്ചു പോയി. പെട്ടെന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് എന്താ മൂപ്പരിനോട് പറഞ്ഞത്? ആര്? അടിമയായി ജോലി ചെയ്യുന്ന ആള് യജമാനോട് ചോദിക്കണം, എന്താ പറഞ്ഞത്? അതിന് മൂപ്പര് സൽമാൻ ഫാരിസി തങ്ങൾക്ക് ഭയങ്കരമായ ഒരു അടിയാണ് കൊടുക്കുകയാണ് യജമാൻ. ഒരു അടിയാണ് തന്നിട്ട് എന്നോട് പറയണം, ആ പറഞ്ഞത് നിനക്കൊരു കാര്യമില്ല, നീ നിന്റെ പണി പോയി ചെയ്യുന്നു. അങ്ങനെ സൽമാൻ ഫാരിസി തങ്ങൾ പറയണം, ഞാൻ ജോലിയിലേക്ക് തന്നെ തിരിച്ചുപോയി. വൈകുന്നേരമായപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം പെറുക്കിയിട്ട് ഒന്നും നോക്കാതെ എന്തു വന്നാലും പ്രശ്നമില്ല എന്ന രീതിയിൽ നേരെ ഖുബായിലേക്ക് ചെന്നു, നബി തങ്ങളുടെ സന്നിധിയിലേക്ക് ചെന്നു. അപ്പം അവിടെ സ്വഹാബികൾ കുറച്ച് ആളുകളുണ്ട്. ഞാൻ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അന്യനാട്ടുകാരനാണ്, ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നേർച്ചയാക്കിയ കുറച്ച് ധർമ്മത്തിൻ്റെ, സക്കാത്തിൻ്റെ അല്ലെങ്കിൽ സദഖയുടെ കുറച്ച് ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം അർഹതപ്പെട്ടത് നിങ്ങളാണെന്ന് കരുതി ഞാൻ കൊണ്ടുവന്നതാണെന്ന് സൽമാൻ ഫാരിസി തങ്ങൾ പറയാം. എവിടെ? പരീക്ഷിക്കുകയാണ്. അപ്പം ഞാൻ പോതി മുന്നിൽ വെച്ച് കൊടുത്തു. നബി തങ്ങൾ അത് സ്വഹാബിയോട് പറഞ്ഞു, എല്ലാവരും ബിസ്മി ചൊല്ലിയിട്ട് തിന്നോളൂ, ഒരാൾ നമുക്ക് കൊണ്ടുവന്ന സ്വതക്കയാണ്, എല്ലാവരും തിന്നോളൂ. പക്ഷെ നിബിധങ്ങൾ ഒരു പിടി പോലും, ഒരു തരി പോലും അതിൽ നിന്നെടുത്തില്ല. ധർമ്മവസ്തു നിബിധങ്ങൾ കഴിക്കുകയില്ല എന്ന ഒരു ലക്ഷണം ഞാൻ മനസ്സിൽ പറഞ്ഞു. ഇതന്നെയാണ് ആ നബി. ഒരു ലക്ഷണം യാഥാർത്ഥ്യമായി.